സംഗീത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. സംഗീത്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എവിടെയാണുള്ളത്? ഞാൻ വീട്ടിലാണ്. വീട്ടിലാണല്ലേ? അപ്പോ ഇങ്ങനൊരു പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അയ്യോ, ഒരു രീതിയിലും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഞാൻ ആക്ച്വലി ഇപ്പോ റീസെന്റ് ബ്രൊമാൻസ് എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിനിടയിൽ ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ ഷൂട്ട് ഇപ്പൊ ഒരാഴ്ചക്കുള്ളിൽ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ചുമ്മാ ഇരിക്കായിരുന്നു സത്യം പറയാ. വെറുതെ ഇരുന്നപ്പോ ഒരു അവാർഡ് കിട്ടി. വെറുതെ ഇരുന്ന് ലുഡോ കളിക്കായിരുന്നു സത്യം പറഞ്ഞ. അത് കൊള്ളാം. അപ്പൊ എന്താ പറ്റിയത്? ആക്സിഡന്റിൽ എന്താ പറ്റിയത്? അല്ല, അതൊരു ഷൂട്ടിനിടയിൽ ഒരു ഇത് പറ്റിയതായിരുന്നു. ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ സംഭവിച്ചതായിരുന്നു. ശരി. അപ്പൊ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്. അതെ. ഈ ലിറ്റിൽ മിസ് റാവുത്തർ അതിന്റെ ഒരു എഡിറ്റിംഗ് ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? അയ്യോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര മാർക്കറ്റ് ചെയ്യാൻ വലിയ പേരുകളൊന്നും ഇല്ലാത്ത എല്ലാവരും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതായത് അതിന്റെ ഡയറക്ടർ ആയാലും റൈറ്റർ ആയാലും ആക്ടേഴ്സ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും ഒക്കെ ആകെ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു പേര് ഗൗരിയായിരുന്നു. ഗൗരി കിഷൻ എന്ന് പറയുന്ന 96-ലേക്ക് ആക്ട്രസ് മാത്രമായിരുന്നു നമ്മളുടെ ഒരു പേര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയ മാർക്കറ്റിംഗ് സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ടെക്നിക്കലി ആൻഡ് കണ്ടന്റ് വൈസ് ഒക്കെ ഇത് ഏറ്റവും അതേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ ഇതിന്റെ ഒരു ട്രെയിലറോ ഇതിന്റെ സിനിമ എങ്ങനെ അവസാനം ഫൈനലി സിനിമ തിയേറ്ററിൽ കാണുമ്പോ അല്ലെങ്കിൽ ഫൈനലി കാണുമ്പോ ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഞാനൊരു 4 സിനിമകൾ എഡിറ്റ് ചെയ്തതാ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റീവർക്കുകൾ എല്ലാ ടെക്നീഷ്യൻസിനും ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു പരിപാടിയാണ് റീവർക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ റീവർക്കുകൾ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ റീവർക്കുകൾ കൊണ്ടൊക്കെ തന്നെ 1.5 കൊല്ലം ഷൂട്ടിന് ശേഷവും നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് സാധാരണ സിനിമകൾ അത്രയും വരാറില്ല. ഒരു 3-4 മാസങ്ങൾക്കുള്ളിലൊക്കെ തന്നെ ഒരു സിനിമ ഇറങ്ങാറുണ്ട്. നമ്മൾ അത്രയും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇതിപ്പോ നമ്മള് സംഗീത് പ്രതാപനാണ് പുരസ്കാരം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരോട് ശരിക്കും ഫോട്ടോയും കൂടെ കാണിച്ച് അമൽ ഡേവിസ് എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ പലർക്കും. അല്ലേ? അമൽ ഡേവിസ് സൂപ്പറാന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഏതിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക? ഇപ്പൊ മികച്ച എഡിറ്റർ എന്ന് പറയുമ്പോ അതിലും കൂടി ഇനി കുറച്ച് ഉത്തരവാദിത്വം വരുമല്ലോ. വരികയാണ്. അതെ. എല്ലാം ഇങ്ങനെ ഗോയിങ് ദ ഫ്ലോ പോട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പുതിയ പ്രോജക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ. പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എഡിറ്റിംഗ് പുതിയത് എന്തെങ്കിലും ഉണ്ടോ? എഡിറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. എഡിറ്റ് കമ്മിറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അനൗൺസ്ഡ് ആയിട്ടുള്ള പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ബ്രൊമാൻസ് ആണ്. ബ്രൊമാൻസ് ഇപ്പോ ഷൂട്ടിംഗ് കുറച്ച് ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോ ബാക്കി ഈ ആഴ്ച റീസ്റ്റാർട്ട് ആവും. നമ്മുടെ ഗ്യാങ് ഒക്കെ വിളിച്ചോ? ഓ, എല്ലാരും ഇതേ വിളിച്ചോണ്ടിരിക്കുന്നു. ശരി, എന്തായാലും വേഗം സുഖമാകൂ. അപ്പം കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഡിലേസ് ആണ്. ഇപ്പൊ തുടങ്ങും ഉടനെ. ഓക്കെ. അപ്പൊ ലുഡോ കളിയൊക്കെ നിർത്തി ലഡു ഒക്കെ മേടിച്ചു കൊടുക്കും എല്ലാവർക്കും. നല്ല ക്യാപ്ഷൻ. താങ്ക് യു. ശരി സംഗീത്, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. താങ്ക് യു. മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടിയ സംഗീതാണ് നമ്മളോട് സംസാരിച്ചത്. സംഗീതും വലിയ സന്തോഷത്തിലാണ്.